നമസ്കാരം. പ്രീപെയ്ഡ് പ്ലാനുകളുടെ കാലാവധി കഴിയുമ്പോഴേക്കും ഇൻകമിംഗ് കോളുകൾ പോലും തടയുന്ന ടെലികോം കമ്പനികളുടെ നടപടിക്കെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്തിയിരിക്കുകയാണ് രാഘവ് ചദ്ദ MP. സാധാരണക്കാരെയും ദിവസവേതനക്കാരെയും വരിഞ്ഞു മുറുക്കുന്ന ഈ ബിസിനസ് തന്ത്രം അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് ജനങ്ങൾ തന്നെ പറയുന്നത്. ഒരു ദിവസത്തെ കൂലിപ്പണിക്കായി വരുന്ന ഫോൺ കോളുകളെ ആശ്രയിച്ചു കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമുക്കിടയിലുണ്ട്. ഇൻകമിംഗ് കട്ടാകുന്നതോടെ അവരുടെ തൊഴിലവസരങ്ങളാണ് ഇല്ലാതാകുന്നത്. ടെലികോം യാഥാർത്ഥ്യത്തിന്റെ ഭയപ്പെടുന്ന മുഖം നമ്മുടെ ജീവിതത്തിൽ ഒരു ഫോൺ നമ്പർ വെറും 10 അക്കങ്ങൾ കൊണ്ട് ഉള്ളതല്ല. ആ 10 അക്കമെന്ന ഫോൺ നമ്പർ അതീവ പ്രയോജനമാണ്, പ്രാധാന്യമാണ്. കാരണം നമ്മുടെ ബാങ്കിന്റെ താക്കോലാണ്, നമ്മുടെ ആധാറിന്റെ ഐഡന്റിറ്റിയാണ്, നമ്മുടെ ജോലിയുടെ പ്രതീക്ഷ, നമ്മുടെ കുടുംബത്തിന്റെ ശബ്ദം. പക്ഷെ ആ നമ്പറിന്റെ നിയന്ത്രണം ശരിക്കും ഇപ്പോൾ ആരുടെ കയ്യിലാണ്? നമ്മൾ പണം കൊടുത്ത് വാങ്ങിയ സിം, നമ്മുടെ പേരിൽ വെരിഫൈ ചെയ്ത സിം, എന്നിട്ടും ഒരു ദിവസം റീചാർജ് ചെയ്താൽ ആദ്യം ഔട്ട് ഗോയിങ് നിർത്തും. അത് സഹിക്കാം. പക്ഷേ പിന്നീട് ഡേറ്റ നിർത്തും, അതും സഹിക്കാം. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇൻകമിംഗ് പോലും നിർത്തും. അപ്പോൾ നിങ്ങൾ ആരുമല്ല, ആർക്കും നിങ്ങളെ വിളിക്കാനും പറ്റില്ല. ഒരു ജോലിയുടെ കോൾ നിങ്ങൾക്ക് ലഭിക്കില്ല, ഒരു അത്യാവശ്യ സന്ദേശം നിങ്ങൾക്ക് എത്തില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ നമ്പർ മരിച്ചിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം, അതാണ് വസ്തുത. ഇതൊരു വ്യക്തിയുടെ മാത്രം ഒരു അനുഭവമല്ല, ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ നിശബ്ദ വേദനയാണ്. അത്രേ ക്രൂരമാണ് ഈ ടെലികോം കമ്പനികൾ ജനങ്ങളോട് കാണിക്കുന്നത്. പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യം ഇന്നും മുഴങ്ങുന്നുണ്ട്. അടിസ്ഥാന ആശയവിനിമയം ഒരു ആഡംബരമാക്കരുത്. അതെ, കാരണം ആശയവിനിമയം ഒരു അവകാശമാണ്, ഒരു ബിസിനസ് ട്രാപ്പ് അല്ല. പക്ഷെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. 90 ദിവസം നിങ്ങൾ റീചാർജ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സിം സ്ഥിരമായി റദ്ദാക്കും. പിന്നീട് എന്തു ചെയ്യും എന്നറിയാമോ? അതേ നമ്പർ അല്ലെങ്കിൽ അതേ സിം മറ്റൊരാൾക്ക് വിൽക്കും. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് OTP, നിങ്ങളുടെ വാട്സപ്പ്, നിങ്ങളുടെ ഫേസ്ബുക്ക്, നിങ്ങളുടെ ജിമെയിൽ എല്ലാം മറ്റൊരാളുടെ കയ്യിലെത്താൻ സാധ്യതയുണ്ട്. ഇത് വെറും സേവന നയമല്ല, ഇതൊരു സുരക്ഷാ ഭീഷണിയാണ്. ഒരു സാധാരണക്കാരൻ്റെ ഡിജിറ്റൽ ജീവിതം അവൻ്റെ അറിവില്ലാതെ മറ്റൊരാൾക്ക് കൈമാറുന്ന സംവിധാനം. ഇത് നീതിയാണോ? അല്ല, ഇതൊരു ഡിജിറ്റൽ കുറ്റകരം തന്നെയാണ്. ഇത് ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് സ്വകാര്യ കമ്പനികൾ നിബന്ധനകൾ നിർണ്ണയിക്കുന്നു, നാളെ അവർ നമ്മുടെ ജീവിതത്തിന്റെ പരിധികളും നിർണ്ണയിക്കുമോ? അതുകൊണ്ടാണ് പലരും പറയുന്നത് പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തമാക്കണം, ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ കേരളത്തിൽ നിന്നുള്ള നേതാക്കളായ ആളുകളെയൊക്കെ അങ്ങോട്ട് വിട്ടിട്ടും ഒരു പ്രയോജനം എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? കാരണം ഇത് രാഷ്ട്രീയമല്ല, ഇത് ജനങ്ങളുടെ ജീവിതമാണ്. ഇന്ന് നിങ്ങളുടെ നമ്പർ സുരക്ഷിതമാണെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷേ ഒരു ദിവസം ഒരു ചെറിയ റീചാർജ് ഇല്ല എന്ന കാരണത്താൽ നിങ്ങളുടെ ഡിജിറ്റൽ ലോകത്ത് തന്നെ നിങ്ങൾ ഇല്ലാതാകാം. നമ്പർ നഷ്ടപ്പെടുന്നത് വെറും ഒരു സിം നഷ്ടപ്പെടലല്ല, അത് നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗം നഷ്ടപ്പെടൽ കൂടിയാണ്. ഇതിലും ഗൗരവകരമായ മറ്റൊരു സംഗതി നമ്മുടെ നമ്പർ റദ്ദാക്കുന്നതാണ്. വെറും 90 ദിവസം നമ്മൾ റീചാർജ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സിം തന്നെ കട്ടായി പോകും. ഈ നമ്പർ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ ആരുടെയെങ്കിലും കയ്യിലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് പലതരത്തിലുമുള്ള പ്രാക്ടീസുകൾ അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ ചെയ്താലോ മാൽ പ്രാക്ടീസ് ചെയ്താലോ അന്വേഷിച്ച് വരുമ്പോൾ ഈ നമ്പർ നേരത്തെ ഇരുന്ന ആളുടെ കയ്യിലായിരിക്കും, അവരുടെ ഡീറ്റെയിൽ ആയിരിക്കും കിട്ടുക. അതാണ് ഇന്നത്തെ ടെലികോം കമ്പനികൾ ജനങ്ങളോട് കാണിക്കുന്ന ഒരു ക്രൂരത എന്ന് പറയുന്നത്. ഇതിനെ തടയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.